ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് ഡ്രസ്സിന്റെ വീഡിയോ അല്ല കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുറേ പേര് ചോദിക്കുന്നുണ്ട്, ഇത്ത അല്ലെങ്കിൽ ചേച്ചി നിങ്ങൾ വയനാട്ടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ യൂട്യൂബ് ജേണി തുടങ്ങിയിട്ട് സ്റ്റാർട്ടിംഗ് ആയിട്ട് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട് വെറും 2 monthsേ ആയുള്ളൂ. അതിനകത്തേ ആയുള്ളൂ കേട്ടോ ഗൈസ്. അപ്പം നമ്മള് എന്തോ പറയുന്നത്, നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, നമ്മളെല്ലാം അറിയുന്നുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പം മറ്റുള്ളവർ അറിയാൻ ഒരു താല്പര്യം ഇല്ലാത്തവരാണ് ഗൈസ് ഞങ്ങള്. അപ്പൊ നമ്മള് കൊടുത്തത് നമ്മൾ ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, പിന്നെ പൈസ കുറച്ച് നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതൊക്കെ വീഡിയോസ് എടുക്കുന്നത് പിന്നെ അതിനോടൊരു താല്പര്യമില്ല. കാര്യം എന്റെ ഹസ്ബൻഡിനായാലും എനിക്കായാലും താല്പര്യമില്ല ഗൈസ്. അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോസ് ഒന്നും എടുക്കാഞ്ഞത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും മനുഷ്യരാണ്, നമ്മളും കേരളത്തിൽ ജീവിക്കുന്നവരാണ്. നാളെ ഒരു സമയത്ത് നമുക്കും ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം നമ്മള് മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നത് വേറെ ആളുകളെ ഇങ്ങനെ പബ്ലിഷ് ചെയ്ത് മറ്റുള്ള പബ്ലിക്കിൽ അറിയിപ്പിക്കണമെന്നും ഒരു താല്പര്യമില്ല ഗൈസ്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോസ് ഒന്നും ഇടാഞ്ഞത്. പിന്നെ എന്തോ പറയുന്നത്, ഉരുൾപൊട്ടലില് ഒരുപാട് പേര് പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറെയൊക്കെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടല്ലോ, ഒരു ചെറുക്കൻ കളിയാക്കിയൊക്കെ ഇടുന്ന വീഡിയോസ് ഉണ്ട്. അപ്പൊ ആ ചെറുക്കനോട് എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്തായാലും സഹോദരിയും അച്ഛനും അമ്മയൊന്നും കാണത്തില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അവൻ ഇങ്ങനെ വീഡിയോ ഇടത്തില്ലല്ലോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുന്റെ ആ ഒരു ഇഷ്യൂസും അവൻ എന്തോ കളിയാക്കിയാണ് വീഡിയോ ഇടുന്നത്. അപ്പൊ അവനിക്ക് സഹോദരങ്ങളൊന്നും കാണത്തില്ല, സഹോദരങ്ങൾ കാണത്തില്ല, അമ്മയും അച്ഛനും കാണത്തില്ല. അവൻ എങ്ങനെയോ ഭൂമിയിലോട്ട് വന്ന ഒരു ചെറുക്കനായിരിക്കും എന്നാ എനിക്ക് തോന്നുന്ന ഗൈസ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് മനസാക്ഷിയുള്ളവരൊന്നും ഇങ്ങനെ ഒരു വീഡിയോസ് ഇടത്തില്ല ഈ ഒരു സിറ്റുവേഷനിൽ. അത് 1-2 ആളുകളല്ല, എത്ര ആളുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അപ്പൊ കേരളം ഒന്നടങ്കം കൈകോർത്ത് നിൽക്കുന്ന സമയത്ത് ഇവൻ മാത്രം ഈ ലോകത്തൊന്നും പെടാത്ത രീതിയിൽ വന്നപ്പം നമ്മൾ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നുകിൽ അവനെ പറയുന്ന കണക്ക്, ഒന്നുകിൽ അവനെ എന്ത് ചെയ്യണം, അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അവരെ ഇങ്ങോട്ട് വിളിച്ചു നിർത്തിയിട്ട് 2 കൊടുക്കണം. ഇല്ലെങ്കിൽ അവന് സൈക്കോപരമായിട്ട് എന്തെങ്കിലും ലഹരി മരുന്നിന്റെയോ എന്തെങ്കിലും അഡിക്ഷനൊക്കെ ഉള്ള ചെറുക്കനായിരിക്കും, നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇത്ര ധൈര്യത്തോടുകൂടി വന്നിടാനായിട്ട് അവനാരായിരിക്കും ഗൈസ്. അപ്പം അതൊക്കെയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുന്നത്, നമ്മൾ കൊടുക്കുന്നത് നമുക്ക് താല്പര്യമില്ല പബ്ലിക്കിനെ അറിയിപ്പിക്കുന്നതിനോട്. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം ഇതാണ് ഇന്ന് എനിക്ക് വയനാട്ടിന്റെ കാര്യത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകണ്ടുള്ളവർ പോയിടോ. കാര്യം നമുക്ക് നഷ്ടപ്പെടുമ്പോഴേ അതിന്റെ വേദന അറിയത്തുള്ളൂ. അപ്പൊ അവരുടെ ഉറ്റവരും ഉടയവരും എല്ലാം നഷ്ടപ്പെട്ടു. അച്ഛനും അമ്മയും ഇല്ലാത്ത മക്കള്, പിന്നെ മക്കളില്ലാത്ത അച്ഛനും അമ്മയും. അപ്പം കൂടുതൽ പറഞ്ഞാലും നമുക്കും അതൊരു വിഷമാവും അല്ലേ ഗൈസ്. അപ്പം വേറൊരു വീഡിയോ, എനിക്ക് കൂടുതൽ പറഞ്ഞാൽ എനിക്ക് സങ്കടമൊക്കെ വരും ഗൈസ്. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ടാറ്റാ ബൈ. അപ്പോൾ ഇതാണ് നമ്മുടെ കേരള വ്യാപാരി വ്യവസായി ഞങ്ങളുടെ യൂണിറ്റ് വരുന്നത്. അപ്പോൾ ഈ യൂണിറ്റിലേക്ക് നമ്മൾ സംഭാവന കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സംഭാവന പബ്ലിഷ് ചെയ്യുന്നതിനോട് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും താല്പര്യമില്ല. അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്കിത് കൊടുത്തതിൻ്റെ ഒരു ഇത് കൊടുത്തു.